അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൗദി അറേബ്യയിലുള്ള അൽ ഖോബാറിൽ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിൽ പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിലൂടെ അവിടെ അല്ലെങ്കിൽ പൊതുവിൽ അഡ്മിഷൻ ഇവിടെ സൗദി അറേബ്യയിൽ കരസ്ഥമാക്കാൻ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. സ്വാഗതം റിഹാൻ സമീർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച SAT എക്സാം എഴുതുന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. കോഴ്സിനുള്ള ഫീസുകൾ എല്ലാ കോഴ്സുകളിലും ഈ 20,000 തന്നെയാണോ അതോ ഇത് വേരി ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഏതെങ്കിലും? അല്ല, എല്ലാ കോഴ്സുക്കും ഫീസ് സെയിമാണ്. ഫീസ് മാത്രമല്ല, അതായത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന എക്സാംസും എൻട്രൻസ് ടെസ്റ്റും ഏത് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം സെയിമാണ്. അല്ല, ഫീസും സെയിമാണ്, എൻട്രൻസ് ക്രൈറ്റീരിയ എല്ലാം സെയിമാണ്. ഓക്കെ, ഒരു ഡിഫറൻസും ഇല്ല, അതിലൊന്നും വ്യത്യാസമില്ല അല്ലേ? പിന്നെ ഇവിടുത്തെ കോഴ്സസിന് വേണ്ടി ചോദിച്ചല്ലോ, അതായത് ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സസിൻ്റെ കൂടെ ബിസിനസ് കോഴ്സസും ഉണ്ട്. അതായത് ഇവിടെ ഒരു ബിസിനസ് സ്കൂളും. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കോമേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫൈനാൻസ്, ബിസിനസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, ആ കോഴ്സുകളും ഇവിടെ ഉണ്ട്. ഓക്കെ, അത്തരം കോഴ്സുകളും ഉണ്ട് അല്ലേ? അതിനും ഇതേ ഫീസ് റേറ്റ് തന്നെയാണോ? അല്ലല്ല, എല്ലാ സെയിം ഫീസാണ്. സെയിം, ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും സെയിം ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. ഒന്നും മാറ്റമില്ല, ഒരു മാറ്റമില്ല. സെയിം. അതുപോലെ അവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടോ ഡിഗ്രി പഠിക്കുവാൻ വേറെയും റിഹാനെ കൂടാതെ ഡിഗ്രി കോഴ്സുകളിൽ? ബാച്ചിലേഴ്സിൽ ഇല്ല, റിഹാനാണ് അതിന്റെ ലക്കിയസ്റ്റ് ഫെലോ. ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. പക്ഷെ ഇന്ത്യൻസ് ഉണ്ട്, പക്ഷെ മലയാളിയായിട്ട് ഞാനാണുള്ളൂ. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ കുറെ ഇന്ത്യൻസ്, കുറെ കൂടുതൽ മലയാളീസ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, കുറെ ഇന്ത്യൻസ്, കൂടുതൽ മലയാളീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസും പാകിസ്ഥാനീസിന്റെ നമ്പർ കുറച്ച് കുറവാണ്. ഇപ്പോൾ മൊത്തത്തിലൊരു 40-30 ആ റേഞ്ചിലായിരിക്കും വരുന്നത്. പക്ഷെ മലയാളിയായിട്ട് ഞാനാണുള്ളൂ. ശരി, ഓക്കെ. അതുപോലെ ഈ നമ്മൾ നേരത്തെ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞല്ലോ, അതിൽ SAT എഴുതുന്നതിന് മുമ്പേ, അതായത് വേറൊരു റെഗുലർ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞല്ലോ, അതിലൂടെ കൂടി അഡ്മിഷൻ അവിടെ വരുന്ന കുട്ടികളുണ്ടോ? ഈ റെസിഡൻഷ്യൽ വിസ ഉള്ള, ഇക്കാമ ഉള്ള? അതായത് ഇപ്പം എനിക്കറിയുന്ന ആൾക്കാരിൽ ഈ ഖുദ്റാസിന്റെ അസിലെടുത്ത ആൾക്കാരില്ല. മിക്ക ആൾക്കാർ ഇപ്പോൾ ഇന്ത്യൻസും പാകിസ്ഥാനികൾക്ക് മിക്ക ആൾക്കാരും SAT ട്രാക്കിൽ കൂടെ എൻ്റർ ചെയ്തതാണ്. SAT ട്രാക്കിൽ കൂടെ എന്തായാലും നമുക്ക്, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻസിനെ പാകിസ്ഥാനീസ് അവർക്കൊക്കെ ഏറ്റവും ഈസിയസ്റ്റ് ട്രാക്ക് നമുക്ക് SAT ആണ്. ഖുദ്റാസും തഹസിലും എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ക്രൈറ്റീരിയ പറഞ്ഞല്ലോ, നല്ലൊരു ഹൈ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 50 + 40 + 10. 50 + 40 + 10. അപ്പോൾ നിങ്ങൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഖുദ്റാത്തിൽ ഫുള്ള് കിട്ടണം, തഹസിലിൽ ഫുള്ള് കിട്ടണം. പിന്നെ ഇപ്പോൾ ഹൈസ്കൂളിൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലോ 10%. അപ്പോൾ 10% നിങ്ങൾ 9.5% ആക്കണം. 9.5% ആക്കണമെങ്കിൽ സ്കൂൾ 5% നമ്മൾ +2 നേടിയിരിക്കണം, അതാണോ? അതായത് ക്രൈറ്റീരിയ 99.5 അല്ലേ? അതെ. അപ്പോൾ അവർ എക്സാമ്പിൾ പറയുന്നത് തഹസിലും ഖുദ്റാത്തിലും 50-40 വാങ്ങിക്കൽ നിർബന്ധം. അതിൽ കുറഞ്ഞു പോയാലും ഇല്ല, കുറഞ്ഞു പോയാൽ ചാൻസ് വളരെ കുറയും. അപ്പോൾ ഈ ഹൈസ്കൂളിൻ്റെ നമുക്ക് ക്രൈറ്റീരിയ 10%. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈസ്കൂളിൽ 95% വേണം. 90% ഹൈസ്കൂളിൽ 95-96% വേണം. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയയും കൂടിയാൽ കുറച്ച് ടഫുള്ള ട്രാക്കാണ് റെഗുലർ അഡ്മിഷൻ. അതെ, ഒരുപക്ഷെ ഒരുപാട് പേര് നമ്മുടെ ഇവിടെയുള്ള സൗദി അറേബ്യയിലുള്ള, പ്രത്യേകിച്ച് ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള കുട്ടികളൊക്കെ ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അവർ എക്സാം എഴുതാറുണ്ട്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ഒരുപക്ഷെ ഇത് അവർക്കൊരു ആവശ്യമുള്ളൊരു സംഗതിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ റിഹാൻ ആ വിഷയത്തിലൂടെ അല്ലെങ്കിലും ആ വിഷയത്തിനെ കുറിച്ച് എന്തെങ്കിലും റിഹാൻ അറിയുന്ന കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തോട്ടെ എന്ന രീതിയിലാണ് ഞാനിത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഖുദ്റാസും തഹസിലും എടുക്കുന്നൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ സൗദിയിൽ ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതെ, അതൊരു പ്ലസ് പോയിന്റ്. KFUP മാത്രമല്ല, എവിടെയും എല്ലാ യൂണിവേഴ്സിറ്റിയും. പിന്നെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് KFUP ഇതിന്റെ ക്രൈറ്റീരിയ ഭയങ്കര ഹൈ ആണ്. അതുപോലെ SATന്റെ പ്ലസ് പോയിന്റ്. ഈ
കുദറാത്തിന് ഇതിൻ്റെ ഒക്കെ ക്രൈറ്റീരിയ KFUPM പ്രത്യേകിച്ചോ അല്ലേ മൊത്തത്തിലാണ് ഈ പറയുന്ന 50-40-10 ഇല്ല, അത് KFUP മാത്രമാണ് അല്ലേ? ഓരോന്നിലും വ്യത്യാസപ്പെടും. എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അല്ല ഞാൻ വേറെ എവിടെയോ 30 അങ്ങനെ എന്തോ കേട്ട പോലെ അതുണ്ടാവും. ഇതിനാ പറയുന്ന 50-40-10. ഇത് KFUPM മാത്രം സ്കെയിലാണ്. KFUP മാത്രമുള്ള സ്കെയിലാണ്. മറ്റേ യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. കുറച്ച് ഈസി ആയിരിക്കും. അതെ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് പറഞ്ഞത് നന്നായി. കാരണം തെറ്റിദ്ധരിച്ചു പെട്ടെന്ന് ആളുകൾ. ഓക്കെ, വേറെന്തെങ്കിലും അഡ്മിഷന്റെ ഭാഗമായിട്ട് റിഹാന് പറയുവാനുണ്ടോ? വേറെ മെയിനായിട്ട് എനിക്കൊരു ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യന് IELTS പോകണമെന്ന്. IELTS അതായത് ഒരു അഡ്മിഷൻ പ്രോസസ്സിന് നമുക്ക് ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഇവിടെ അക്സെപ്റ്റൻസ് കിട്ടാനും IELTSൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് ഫൗണ്ടേഷൻ ഇയറാണ്. അതായത് ഇപ്പോൾ പൊതുവെ ഒരു സ്റ്റുഡൻറ്റ് ഒരു സൗദി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ 4 years പ്ലസ് ഒരു ഫൗണ്ടേഷൻ ഇയറും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഒരു 5 year. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയർ അറിയുന്നത് നിങ്ങൾ തുടക്കത്തിൽ എടുക്കുന്ന ഒരു ഇയറാണ്. അതായത് ഹൈസ്കൂളിൻ്റെ കോൺറ്റൻറ്റും പിന്നെ കോളേജിന് കോൺറ്റൻറ്റും കൂടി ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇയറാണ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ ശരിക്കും ഫസ്റ്റ് ഇയർ അല്ല, ഫൗണ്ടേഷൻ ഇയറാണ്. ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ഫസ്റ്റ് ഇയർ. ഇപ്പം റിഹാനെ സംബന്ധിച്ചോളം ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞു, ഫസ്റ്റ് ഇയറും കഴിഞ്ഞു. ഇല്ല, അതായത് ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് അൽഹംദുലില്ലാഹ്. അത് ശരി. അപ്പോൾ ഇപ്പോൾ അതായത് ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞ് അപ്പോഴാണ് ശരിക്കുള്ള കോളേജ് തുടങ്ങുന്നത്. ഓക്കെ, അതല്ല അപ്പം നമുക്കത് വേണ്ട എന്ന് വെക്കാൻ നമ്മൾ എന്തെങ്കിലും എക്സാം എഴുതുകയോ അല്ലെങ്കിൽ ഉണ്ടോ? ഉണ്ട്. അതിപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയറിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷും മാത്സും. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റീനെ പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് ഈ എക്സാംസിൻ്റെ ആവശ്യമില്ല. ഈ ഫൗണ്ടേഷൻ ഇയറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാത്സും ഇംഗ്ലീഷാണല്ലോ. ഇപ്പോൾ നിങ്ങൾ മാത്സിനെ ഒരു കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 എക്സാംസ് ഉണ്ടാവും. ഒരു ഫസ്റ്റ് എക്സാം പിന്നെ സെക്കൻഡ് എക്സാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എക്സാം മാത്സിൻ്റെ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് ഹാഫ് സ്കിപ്പായി. പിന്നെ രണ്ടാമത്തെ എക്സാം പാസ്സായാൽ മാത്തിൻ്റെ അതും രണ്ടാമത്തെ കംപ്ലീറ്റ്ലി സ്കിപ്പായി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എക്സാം പാസ്സായി സെക്കൻഡ് എക്സാം ഫെയിലായെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ഹാഫ് മാത്രമേ സ്കിപ്പാവുള്ളൂ. ഈ ഹാഫ് ഉദ്ദേശിച്ച സെമസ്റ്റർ ആണോ? അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു സെമസ്റ്റർ സ്കിപ്പാക്കി. പക്ഷേ 2 എക്സാം സ്കിപ്പ് ചെയ്താൽ 2 സെമസ്റ്ററും പോയി. അപ്പോൾ ഒരു ഫുൾ വർഷം സ്കിപ്പായി. പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റിയും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ KFUPMൻ്റെ തന്നെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് തന്നെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും യൂണിവേഴ്സിറ്റി തന്നെ. അപ്പോൾ ഒന്നെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് IELTSൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ KFUPMൻ്റെ ഫൗണ്ടേഷൻ ഇയർ മാത്രം സ്കിപ്പാക്കാൻ വേണ്ടി ഈ IELTS എടുക്കേണ്ട ഒരു ആവശ്യമില്ല. IELTSൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഒരു 1,500 ആ റേഞ്ചിലാണ് വരുന്നത് റിയാൽ. കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ KFUPMൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ ഇംഗ്ലീഷും മാത്തും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ, അതായത് 2ഉം പാസ്സായാൽ ഫുൾ ഫൗണ്ടേഷൻ ഇയർ സ്കിപ്പാവും ഡയറക്ട്ലി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ. ഈ ഇംഗ്ലീഷിനും 2 എക്സാം ഉണ്ടോ? 2 സെമസ്റ്ററിൻ്റെതായിട്ടുള്ള അല്ലേ? ഇംഗ്ലീഷിൻ്റെ എനിക്കറിയില്ല. എന്തായാലും ഞാൻ മെയിനായിട്ട് IELTS കൊടുത്തിട്ട് ഞാൻ പാസ്സായത്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ എനിക്കൊന്ന് 2 എക്സാംസ് ആണ്, നല്ല ഈസി എക്സാംസ് ആണ്. നല്ല ഈസി എക്സാം. നമ്മൾ കാഷ്വലി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും പാസ്സാൻ പറ്റും. വളരെ വിലപ്പെട്ടൊരു പോയിൻ്റാണ് നമ്മുടെ റിഹാൻ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. കാരണം 5 yearsൽ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ ഉള്ളതാണ്. പക്ഷെ അത് ഈ 2 എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് നേരെ കോഴ്സിലേക്ക് തന്നെ അക്കാഡമിക് ഇയറിലേക്ക് എൻ്റർ ആവാവുന്നതാണ് എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. വേറെന്തെങ്കിലും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടത്? എനിക്കൊരു മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവർ സ്കൂളിൻ്റെ മാർക്സ് നോക്കുകയാണ്. ഒരു മിക്ക യൂണിവേഴ്സിറ്റിയും സ്കൂളിൻ്റെ മാർക്സിനെ നോക്കിയിട്ടല്ല അഡ്മിഷൻ നോക്കുന്നത്. അതെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റെഗുലർ ട്രാക്കിൽ 10% അവർ നോക്കും. അതെ. പക്ഷേ SCT ട്രാക്കിൽ ഒരു വെറും SCT ട്രാക്ക് നോക്കുള്ളൂ. SAT നോക്കുള്ളൂ. എത്രയും നോക്കും. SAT പിന്നെ SCT പാസ്സായി കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ സ്കോർ എലിജിബിൾ ആയി കഴിഞ്ഞാൽ അതെ, ആ മാത്സിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും.
അപ്പോൾ SCD ട്രാക്കിൽ ഈ 2 എക്സാംസാണ് മെയിനായിട്ട്. ആ, പിന്നെ ഓരോ നിങ്ങളുടെ ഹൈസ്കൂൾ റിപ്പോർട്ട് ചോദിക്കും, സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് വെറുതെ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫായിട്ട് മാത്രമേ ചോദിക്കൂ. എലിജിബിൾ ആണോ എന്ന് അറിയാൻ. അല്ലാണ്ട് ഒരു മാർക്സിൻ്റെ ഒരു ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഓക്കെ. പൊതുവെ എങ്ങനെ അവിടെ യൂണിവേഴ്സിറ്റിയിലെ അന്തരീക്ഷം, കോളേജ്, അതുപോലെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, അവരെ കുറിച്ചൊക്കെ റിഹാന്റെ അഭിപ്രായം എന്താ? അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് വരികയാണെങ്കിൽ മിക്ക അറബ്സ് ആണല്ലോ. അപ്പോൾ മിക്ക അറബ്സിൻ്റെ കൂടെ ആയിരിക്കും ഇൻട്രാക്ഷൻ. അപ്പോൾ അതായത് മെയിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. അതായത് ഓരോട് സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. അവർക്ക് നല്ല ഇംഗ്ലീഷ്, എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ ഓരിങ്ങനെ ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ ഓരോ അറബി സംസാരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു സോഷ്യലൈസ് ചെയ്യാൻ കുറച്ചൊരു പാട് വരും, ഒരു ഡിഫിക്കൽട്ടി വരും. പ്രത്യേകിച്ച് ഒറ്റപ്പെടുമ്പോൾ ചെറുതായ ഒരു ഒറ്റപ്പെടുന്ന ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് നമ്മളൊരു ഇന്ത്യൻ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഇന്ത്യൻ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അതായത് ഇപ്പോൾ കുറേ പേർക്ക് ഈ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റേസിസം ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തുള്ള ഒരു മോശം അനുഭവങ്ങളൊന്നും ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ KCP ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ വെച്ചാൽ ഇൻ്റർനെറ്റിൽ കുറച്ച് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഇന്ത്യൻസിന് അഗെയിൻസ്റ്റ് കുറച്ച് റേസിസം ഉണ്ട്, അത്ര ഇതില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ റിയലിസ്റ്റിക് ഒപ്പീനിയൻ ആണെങ്കിൽ ഒരു റേസിസും ഇല്ല. എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്. മാത്രമല്ല ഞാൻ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സൗദി ലോക്കൽസ് അല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പഠിക്കാൻ. അത് മിക്കൻസ് ആഫ്രിക്കൻസ് അല്ലേ? അതൊക്കെ മിക്കതും മറ്റേ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും. മാസ്റ്റേഴ്സും PhD. പക്ഷെ ബാച്ചിലേഴ്സും അതായത് ഒരു 95% സൗദീസും പിന്നെ ബാക്കി ഫോറിനേഴ്സ്. ഒരു ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട്? അതായത് ഇവിടെ KFUPൻ്റെ ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അമേരിക്കൻ സിസ്റ്റം പോലെയാണ്. അതിപ്പോൾ നാട്ടിലൊരു ക്ലാസ് ആണല്ലോ, ഒരു കോളേജിൽ ഇപ്പോൾ പോയാലും ഒരു ക്ലാസ് ടീച്ചേഴ്സ് വന്നു പോകും, അങ്ങനെയാണല്ലോ. അതെ. ഇവിടെ നമ്മൾ ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തന്നെ പോകണം. അങ്ങനെ നമ്മളാണ് മാറേണ്ടത്. അതായത് നമുക്കൊരു ക്ലാസ് ഇല്ല, ഓരോ സബ്ജക്റ്റിനും നമുക്കൊരു ക്ലാസ് ഉണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പം ക്ലാസ്സുകൾ ഇങ്ങനെ പരസ്പരം ഷഫിൾ ചെയ്തു. അങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും അവർക്ക് ഒരു കോഴ്സ് കോമൺ ആയിട്ട് ഉണ്ടായാൽ എല്ലാവരും ഒരു ക്ലാസ്സിലായിരിക്കും. മനസ്സിലായി. ഇപ്പോൾ ഒരു ഫിസിക്സ് ക്ലാസ് ഉണ്ടെങ്കിൽ ഈ ഫിസിക്സ് ക്ലാസ്സിൽ എല്ലാ മേജേഴ്സും ഉണ്ടാവും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ആർക്കിടെക്ചർ ഉണ്ടാവും, മെക്കാനിക്കൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. പക്ഷെ എല്ലാവരും അത് ക്ലിയർ ആയേക്കാം. ഈ പൊതുവെ ഒരു അഡ്മിഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റിഹാൻ പഠിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോൾ റിഹാൻ്റെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഒരു നമ്പർ, ഒരു അഡ്മിഷൻ എത്ര കുട്ടികൾ വരെ അവരെടുക്കും? അതെങ്ങനെ റിഹാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനാണ്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്? ആ നമ്പറിന് എനിക്കൊരു ഒരു ഐഡിയ അറിയില്ല. പക്ഷെ അതായത് ഒരു ക്ലാസ് റൂമിനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടാവും. 20. ഓക്കെ. പിന്നെ അതുപോലെ ഫാക്കൽറ്റീസ് അതായത് അഭിപ്രായം, ക്ലാസ് ഒക്കെ എങ്ങനെ? മിക്കതും അറബ്സാണ്. അതായത് ടീച്ചേഴ്സ് അറബ്സാണ്. അത് സൗദീസ് ഉണ്ടാവും, ഈജിപ്ഷ്യൻസ് ഉണ്ടാവും, പിന്നെ അമേരിക്കൻസും ഉണ്ട് പഠിപ്പിക്കുന്നത്. അമേരിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്, പാകിസ്ഥാനീസുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല ഹൈലി ക്വാളിഫൈഡ് പ്രൊഫസേഴ്സാണ്. അതായത് USEന്ന് PhD ഡിഗ്രി എടുത്ത് വന്നിട്ട് ഇവിടെ പ്രൊഫസർമാരായിട്ട് അപ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ആയുള്ള പ്രൊഫസേഴ്സ്. അപ്പോൾ ടീച്ചിങ് ഒക്കെ നല്ല ഹൈ ലെവൽ, അതായത് വേൾഡ് ലെവൽ ക്വാളിറ്റി, നിലവാരമുള്ള, വളരെ നല്ല. ഓക്കെ. അപ്പം റിഹാൻ്റെ നമ്മുടെ പീസ് റേഡിയോ പ്രേക്ഷകരോടുള്ള അഭിപ്രായം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച്? താല്പര്യം, അതായത് റിഹാൻ എന്താണ് അവരോട് സജസ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഉള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അവരൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ തന്നെ കുട്ടികളെ കൊണ്ട് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഒരു പക്ഷേ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ പല വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് അവരൊക്കെ ഭയപ്പാടിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പക്ഷേ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം, ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം തന്നെ അതാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളതാണ്. അപ്പം റിഹാൻ എന്താണ് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുവാനുണ്ടോ? ഇപ്പോൾ ഒരു പാരൻറ്റ് ഓരോ മക്കൾക്ക് വേണ്ടി ഇവിടെ സൗദിയിലും എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഖുദ്റാത്തും തഹസീലും ചെയ്യുക. ഇതാണ് എൻ്റെ അഡ്വൈസ്.
അതായത് ഗുജറാത്തും രാജസ്ഥാനും ചെയ്യാം, പിന്നെ SATയും ചെയ്യാം, 3 ചെയ്യാം. എന്നാലും അതായത് ഈ 3 എക്സാംസിലും മെറ്റീരിയൽ അത്ര ഡിഫറെൻ്റ് അല്ല. അതായത് കുറച്ച് കോമൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ സ്കൂളിന് പഠിക്കുന്നുണ്ടല്ലോ, എന്തായാലും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമല്ലോ. അതെ. അപ്പോൾ അതിൽ കൂടെ അതിലുള്ള ഇൻക്ലൂഡിലുള്ള മെറ്റീരിയലാണ് ഈ 3 എക്സാംസിനും അത്യാവശ്യം വരുന്നത്. ഒരു ചെറിയൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ആവശ്യം വരും. പക്ഷെ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്സ് ഇതൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അല്ലേ? തീർച്ചയായും. അതായത് ഇപ്പോൾ പിന്നെ SAT ആയാലും ഗുജറാത്ത് ആയാലും തഹസിൽ ആയാലും നിങ്ങൾ SAT അതായത് ജെറിയിൽ പോയാൽ നിങ്ങൾക്ക് 3 എക്സാംസിൻ്റെ മെറ്റീരിയലും കിട്ടും. പിന്നെ SAT എസ്പെഷ്യലി SAT ഓൺലൈനിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഓൺലൈനിൽ തന്നെ കിട്ടും. ഇന്റർനെറ്റിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. എന്തായാലും ഇത് ഇന്റർനാഷണൽ ടെസ്റ്റ് ആണല്ലോ. അതെ അതെ. ഗുജറാത്തും തഹസിൽ അതായത് ഇന്റർനെറ്റിൽ അത്ര ഇതില്ല. പക്ഷേ നിങ്ങൾക്ക് ജെറിയിൽ കിട്ടുന്ന ജെറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി കിട്ടുന്ന ഏതെങ്കിലും ബുക്ക് സ്റ്റോറിൽ കിട്ടുന്ന മെറ്റീരിയൽസ് അത്യാവശ്യം വളരെ യൂസ്ഫുൾ ആയിരിക്കും. KFUPM ഒരു കുറച്ചുകൂടി ഹൈലി റെപ്യൂറ്റബിൾ ഇതായതുകൊണ്ട് കുറച്ച് അഡ്മിഷൻ കുറച്ച് കോമ്പറ്റീഷനാണ്. അതാണ് ഇത്രയും ഹൈ ക്രൈറ്റീരിയ. അതെ. പക്ഷേ ഇപ്പോൾ വേറെ കുറേ യൂണിവേഴ്സിറ്റീസിൽ ഇവരുടെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിയാദിലുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ കോഴ്സ് കൊണ്ട്. പക്ഷേ ഈ സെയിം എത്ര ഡിഫിക്കൽട്ട് ക്രൈറ്റീരിയ ആയിരിക്കില്ല. ഇല്ല, എവിടെയില്ല. അത് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അറിയണമെങ്കിൽ വേറെ വെബ്സൈറ്റിൽ പോയി നോക്കി. ഞാനിപ്പോൾ എന്തൊക്കെയോ പറയുക അതൊക്കെ വെബ്സൈറ്റിലുള്ളതാണ്. അതായത് ഇപ്പോൾ ട്യൂഷൻ ഫീസ് ആയാലും അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ആയാലും അവിടെ ഒരു അഡ്മിഷൻ ബുക്ക്ലെറ്റ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ ഇപ്പോൾ മുമ്പ് അറബിക്കിൽ മാത്രമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ ബുക്ക്ലെറ്റിൽ മിക്ക എല്ലാ കാര്യവും ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പക്ഷേ ഈ അഡ്മിഷൻ ബുക്കിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയൂല, ഞാൻ പറയുന്നൊരു ടിപ്പാണ്. അവിടെ SCT ട്രാക്കിൽ അവരുടെ ക്രൈറ്റീരിയ പറയുന്നത് 1350+ എന്നാണ് പറയുന്നത്. ഈ 1350+ എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതാണ്ട് ഇപ്പം നിങ്ങൾ 1350 മേലെ കിട്ടിയാൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു 1350 ആണ് വെബ്സൈറ്റിൽ ചെയ്താ. അതെ. അത് മിനിമം സ്കോറാണ്. എലിജിബിൾ സൗദീസിക്ക് എന്തായാലും അതായത് ഈ ക്രൈറ്റീരിയ കുറവാണ്. അവർക്കൊരു 1400 1360 അതൊക്കെ കിട്ടിയാൽ അവർക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻക്ക് ഒരു നോൺ സൗദിക്ക് കിട്ടാൻ ഒരു സേഫ് സ്കോർ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് 1500 മേലെ കിട്ടണം. 1500 മേലെ കിട്ടണം. അപ്പോൾ അതാണ് ഒരു വലിയൊരു കുറേ പാരൻസ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അതെ. ഒരു വെബ്സൈറ്റിൽ 1350 ആണ് എഴുതിയിട്ടുള്ളത്. അതെ. ഏതായാലും വളരെ വിലപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പീസ് റേഡിയോയുടെ പ്രേക്ഷകരോട് കൈമാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. കാരണം ഒരുപാട് പാരൻസിന് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടും. റിഹാൻ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ വിഷയങ്ങൾ നമ്മോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും റിഹാൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കാനൊക്കെ അറിയിക്കുക. പീസ് റേഡിയോയുടെ സ്റ്റുഡിയോ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദമാമിലുണ്ടാവും. എന്തെങ്കിലും പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുവാനുണ്ടെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ സബ്ജക്റ്റിൽ ഇവിടെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ നാട്ടിൽ നമ്മൾ കുറേ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. അതെ. ഇപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ശ്രമിച്ചാൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ഒരു ലേശം കൈകാര്യം ചെയ്താൽ ഇവിടെ തന്നെ നമുക്ക് അണ്ടർ ഗ്രാജുവേഷൻ അല്ലേ ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ, അതായത് ഇപ്പോൾ നമ്മൾ സൗദിയിൽ തന്നെയാണല്ലോ മിക്ക ഇവിടെ ജനിച്ചു വളരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പാരൻസിന് കൂടിയും നിൽക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പാരൻസ് അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്, കുടുംബസമേതമുള്ളവരാണ്. അവർക്ക് പെട്ടെന്ന് കുട്ടികൾ +2 കഴിയുന്നതോടെ എന്ത് ചെയ്യണം, അവർ ഇവിടെ അഡ്മിഷൻ ശരിയാവുന്നില്ലല്ലോ, നാട്ടിലേക്ക് പോകണം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഒറ്റയ്ക്ക് എങ്ങനെ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവരെ അലട്ടാറുണ്ട്. അപ്പം ഇത് അവർക്ക് വളരെ ആശ്വാസമേകും. ഈ വിഷയത്തിൽ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സാധ്യത ഇവിടെ എന്തായാലും തീർച്ചയായും കോളേജ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ച് റിഹാൻ പറഞ്ഞതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് KFUPM. 101 റാങ്ക് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു KFUPM. പിന്നെ പൊതുവേ നല്ല കോളേജാണ്, നല്ല അന്തരീക്ഷമാണ്. അതായത് ഇപ്പോൾ വേൾഡ് ലെവലിൽ ഒരു നല്ലൊരു ഹൈലി റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇവരിപ്പോൾ ഈ നോൺ സൗദീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആയിക്കൊള്ളൂ, 2-3 വർഷം ആയിക്കൊള്ളൂ.
ഇതിൻ്റെ മുമ്പ് വെറും സൗദീസ് ആയിരുന്നു. അതെ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെ അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീനെ മാക്സിമം നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കുക, ഉപയോഗപ്പെടുത്തുക. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഇത്തരം വാർത്തകൾ കാണാം. സൗദി അറേബ്യയിൽ എങ്ങനെ ഡിഗ്രി ചെയ്യാം, ഇങ്ങനെയുള്ള അഡ്മിഷൻ സാധ്യതകളെ കുറിച്ചൊക്കെ ഉള്ള. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പീസ് റേഡിയോയുടെ പ്രേക്ഷകർ അറിയുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇൻഷാ അള്ളാ എല്ലാവർക്കും നല്ലൊരു ശോഭനമായ ഭാവി നേരുന്നു നമ്മുടെ പുതിയ തലമുറയ്ക്ക്. ഇൻഷാ അള്ളാ അവരെല്ലാം നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ ഏതായാലും റിഹാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വെൽക്കം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.